ലോക ഫുട്ബോളിലെ ഏറ്റവും ക്രൂരനായ വേട്ടക്കാരൻ എന്ന് പലരും ലൂയിസ് സുവാരസിനെ വിളിക്കാറുണ്ട്. മൈതാനത്ത് അദ്ദേഹത്തിന്റെ ദേഷ്യവും വാശിയും കണ്ട് പലരും നെറ്റിച്ചുളിച്ചിട്ടുണ്ട്. എന്നാൽ ആ പരുക്കൻ സ്വഭാവത്തിന് പിന്നിൽ അങ്ങേയറ്റം വൈകാരികമായ ഒരു കഥയുണ്ട്. കയ്യിലൊരു വിമാന ടിക്കറ്റ് പോലും പണമില്ലാതിരുന്ന ഒരു തെരുവ് തൂപ്പുകാരൻ തന്റെ പ്രണയിനിയെ കാണാൻ വേണ്ടി മാത്രം ലോക ഫുട്ബോൾ കീഴടക്കിയ കഥ. ഉറുഗ്വേയിലെ സോൾട്ടോയിലായിരുന്നു സുവാരസിന്റെ ജനനം. 7 മക്കളിൽ ഒരാളായി പട്ടിണിയും കഷ്ടപ്പാടുകളോടും പൊരുതിയാണ് അവൻ വളർന്നത്. സ്കൂളിൽ പോകാൻ താല്പര്യമില്ലാതെ തെരുവ് തൂപ്പുകാരനായി ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അവൻ തന്റെ ജീവിതം തള്ളി നീക്കിയത്. എന്നാൽ 15-ാം വയസ്സിൽ അവന്റെ ജീവിതത്തിലേക്ക് സോഫിയ എന്ന പെൺകുട്ടി കടന്നു വന്നു. സുവാരസിന്റെ ജീവിതത്തിലെ ഏക വെളിച്ചമായിരുന്നു അവൾ. പഠിക്കാൻ മടിച്ച സുവാരസിനെ പഠിക്കാൻ നിർബന്ധിച്ചതും ഫുട്ബോളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിച്ചതും സോഫിയായിരുന്നു. പക്ഷേ വിധി അവരെ വേർപ്പെടുത്തി. സോഫിയയുടെ കുടുംബം സാമ്പത്തിക ഭദ്രത തേടി സ്പെയിനിലേക്ക് കുടിയേറി. സുവാരസ് തകർന്നുപോയി. ഉറുഗ്വേയിൽ നിന്നും സ്പെയിനിലേക്ക് വിമാനം കയറാൻ പോലും അവന്റെ കയ്യിൽ അന്ന് പണമുണ്ടായിരുന്നില്ല. പക്ഷേ സോഫിയ പോകുമ്പോൾ അവനൊരു വാക്ക് നൽകിയിരുന്നു. നീ ഒരു നല്ല ഫുട്ബോളർ ആയാൽ യൂറോപ്പിലെ ക്ലബ്ബുകൾ നിന്നെ തേടി വരും. അന്ന് നമുക്ക് വീണ്ടും ഒന്നിക്കാം. ആ വാക്കുകൾ സുവാരസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷനായി മാറി. പിന്നീട് ലോകം കണ്ടത് മറ്റൊരു സുവാരസിനെയാണ്. പ്രണയിച്ച പെണ്ണിനെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം അവൻ മൈതാനത്ത് പോരാടി. ഓരോ ഗോളും അവൻ സോഫിയയ്ക്ക് വേണ്ടിയായിരുന്നു അടിച്ചത്. ഒടുവിൽ ഡച്ച് ക്ലബ്ബായ ഗ്രോനിംഗൻ അവനെ തേടിയെത്തി. യൂറോപ്പിലുള്ള വിമാന ടിക്കറ്റ് അവന്റെ പ്രണയത്തിനുള്ള സമ്മാനമായിരുന്നു. തന്റെ സ്വപ്നങ്ങൾ ഓരോന്നായി കീഴടക്കി സുവാരസ് ബാർസലോണയിൽ എത്തുമ്പോൾ സോഫിയ അവന്റെ ജീവിത പങ്കാളിയായി കൂടെ ഉണ്ടായിരുന്നു. തെരുവ് തുപ്പുകാരിൽ നിന്നും ലോകത്തിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളിലേക്കുള്ള ദൂരം സുവാരസ് അളന്നത് അവന്റെ പ്രണയം കൊണ്ടായിരുന്നു. നിങ്ങളുടെ ലക്ഷ്യത്തിന് പിന്നിൽ ശക്തമായൊരു കാരണമുണ്ടെങ്കിൽ ലോകത്തൊന്നിനും നിങ്ങളെ തടയാൻ കഴിയില്ല. പണമില്ലായ്മയോ പരിമിതികളോ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമല്ല. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പോരാടാൻ തയ്യാറാണെങ്കിൽ വിധി പോലും നിങ്ങൾക്ക് മുന്നിൽ